Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റിത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ടോപ്പിക് അതായത് നെക്സ്റ്റ് മൊഡ്യൂൾ ആയിട്ടാണ് വരുന്നത്. തേർഡ് മൊഡ്യൂൾ ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളതാണ് നിങ്ങളുടെ തേർഡ് മൊഡ്യൂൾ ആയിട്ട് വരുന്നത്. സോ ഈ തേർഡ് മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് ഇത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഇക്വിറ്റി ഷെയർസ് എന്താണ്, പ്രിഫറൻസ് ഷെയർസ് എന്താണ്, ഡിബഞ്ചേഴ്സ് എന്താണ്, ബോൺഡ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. അതിന്റെ ടൈപ്സും അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾക്ക് പറയുന്നത്. ഓക്കെ, സോ ഇക്വിറ്റി ഷെയർസ് എടുത്താൽ ഇക്വിറ്റി ഷെയർസിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ബ്ലൂ ചിപ്പ് ഷെയർസ്, ഗ്രോത്ത് ഷെയർസ്, ഇൻകം ഷെയർസ്, സൈക്ലിക്കൽ ഷെയർസ് എന്നുള്ള കുറെ ഷെയർസ് ആണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ ടൈപ്സ് ആണ്. ഈ ഓരോ ടൈപ്സ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. മേ ബി നിങ്ങൾക്ക് ഇത് 2 മാർക്സിന് അതായത് 2 വെയിറ്റേജിന് വരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും. ഓക്കെ, അതേപോലെ തന്നെ നോൺ വോട്ടിംഗ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിഫറൻസ് ഷെയർസ് എന്താണ്, ഡിബഞ്ചേഴ്സ് ഓർ ബോൺഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാറന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് ഗ്രീൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഗ്രീൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. അതേപോലെ തന്നെ ബ്ലൂ ബോണ്ട്, മസാല ബോണ്ട്, ദെൻ സവേർജൻ ഗോൾഡ് ബോണ്ട് സ്കീം, ഹെഡ്ജ് ഫണ്ട്സ് എന്നുള്ളതൊക്കെ ഇതിൽ നിങ്ങൾക്ക് നോക്കുക. ദെൻ അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ, ആ ബിറ്റ് കോയിന്റെ തന്നെ ആൾട്ട് കോയിൻ, ലിറ്റ് കോയിൻ, റിബിൾ എന്നുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നോക്കുക. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് സെക്യൂരിറ്റീസ് ആണ്. ഈ മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് സെക്യൂരിറ്റീസിൽ നിങ്ങൾക്ക് പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ട്സ് പറയുന്നുണ്ട്, ഓഫർ ഓഫ് സെയിൽ, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, ബോട്ട് ആൻഡ് ഡീൽ, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഷെയർസ്, ബുക്ക് ബിൽഡിംഗ്, സ്റ്റോക്ക് ഓപ്ഷൻ ഓർ എംപ്ലോയ്മെന്റ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്നുള്ളതൊക്കെയാണ് വരുന്നത്. അതിൽ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് തനിച്ച് തന്നെ ഒരു എക്സാമിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വരുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നുള്ളതാണ് നമ്മൾ അതിനെ പറയുന്നത്. ത്രോ പ്രോസ്പെക്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ, ഇത് ഓരോന്നും എന്താണ് അതിന്റെ ടൈപ്സ് പറയുന്നുണ്ട്, അതിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമ്മളുടെ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും, അതേപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, അതേപോലെ തന്നെ ഗ്രീൻ ഷോ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ പറയുന്നത്. ഓക്കെ, സോ അതൊക്കെ എന്താണ് എന്നുള്ളത് പഠിക്കുക. അതേപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ ബുക്ക് ബിൽഡിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുക്ക് ബിൽഡിംഗിൽ തന്നെ ആ ബുക്ക് ബിൽഡിംഗിന്റെ പ്രോസസ്സ് പറയുന്നുണ്ട്, അതെന്താണ് എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് ബൈബാക്കിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, അതൊക്കെ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോകുക. ഓക്കെ, ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏകദേശം നമ്മളിതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, സോ അതേപോലെ തന്നെ ഇതിന്റെ മുന്നിലത്തെ സെമസ്റ്ററിൽ അതായത് നിങ്ങളുടെ സീനിയേഴ്സിന് വന്നിട്ട് ഏകദേശം ക്വസ്റ്റ്യൻസ് വന്നത് ലൈക്ക് 2022 ഐ തിങ്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏകദേശം അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിന്റെ കവറേജ് ആണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഏകദേശം ബാക്കിൽ നിന്നൊന്നും അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്റേഴ്സിന് എടുത്ത് അവർ ചോദിച്ചിട്ടുള്ളത്, ഓരോ മൊഡ്യൂളിൽ നിന്ന് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളാണ് അവർ കൂടുതൽ കവർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. മേ ബി നിങ്ങൾക്കിനി ലാസ്റ്റ് മൊഡ്യൂൾ ആയിരിക്കും അവർ കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും മിഡിലായിരിക്കും അവർ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകുക. ഈ കൺസെപ്റ്റ് ഒന്നും മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.